ചേലക്കര മണ്ഡലത്തിലേക്ക് പോവുകയാണ്. ചേലക്കര മണ്ഡലത്തിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ഇപ്പോൾ ചേരുന്നത്. ദേശമംഗലം പഞ്ചായത്തിലാണ് അശ്വിൻ ഇപ്പോൾ ഉള്ളത്. അശ്വിൻ, എങ്ങനെയാണ് പോളിംഗ് പുരോഗമിക്കുന്നത്, പറയൂ. ഉന്മേഷ്, വളരെ മികച്ച രീതിയിൽ തന്നെ പോവുകയാണ്. വയനാട് നമ്മൾ കല്യാണ ദമ്പതികൾ വോട്ട് ചെയ്യാനെത്തിയ കാഴ്ചയാണെങ്കിൽ നമുക്കിവിടെ പ്രായമായ ആളുകൾ ഇങ്ങോട്ടേക്ക് നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നടന്നു വരാൻ കഴിയാത്ത ആളുകളെയൊക്കെ അവരുടെ വീൽ ചെയറിലൊക്കെ എത്തി ഇവിടെ വോട്ട് ചെയ്യിക്കുന്ന കാഴ്ചയാണ്. അതായത് അവരുടെ സമ്മതിദാനാവകാശം ഏതു വിധേനയും നടപ്പിലാക്കുക എന്നുള്ളൊരു ആശയത്തിലൂന്നി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. രാവിലെ മുതൽ തന്നെ ദേശമംഗലത്തെ എല്ലാ ബൂത്തുകളിലും വലിയ തിരക്കുമുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ചേലക്കരയിലെ ആകെ വോട്ടിംഗ് ശതമാനം 50% കടന്നിരിക്കുന്നു. അതായത് കഴിഞ്ഞ തവണത്തേതിൽ അല്പം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ആവശ്യത്തോടുകൂടി തന്നെ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ് ചേലക്കരയിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു ശക്തമായ പങ്ക് ദേശമംഗലം പഞ്ചായത്തിലുമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ LDFനെ സംബന്ധിച്ച് നിർണായകമായ പഞ്ചായത്താണ്. LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ പഞ്ചായത്ത് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടുകൾ ഇവിടെ സമ്പാദിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യം കൂടിയാണ്. അതേപോലെ തന്നെ മറുവശത്ത് UDFും പരമാവധി ആളുകളെ ബൂത്തിൽ എത്തിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും ഈ പഞ്ചായത്തിലെ മാത്രം കാര്യം എടുത്താൽ 37% ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി. നമ്മളിപ്പോൾ നിൽക്കുന്നത് 25-ാം നമ്പർ ബൂത്തിലാണ്. 1237 പേരാണ് ഇവിടെ വോട്ട് രേഖപ്പെടുത്തേണ്ടത്. അതിൽ ഇപ്പോൾ തന്നെ 700 പേരിലധികം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും അത് ശക്തമായി തന്നെ തുടരുകയാണ്. വൈകുന്നേരമാകുമ്പോൾ രാവിലെ ഉണ്ടായിരുന്നതിലധികം ആളുകൾ ഇപ്പോൾ എത്തുന്നുണ്ട്. ആളുകളുടെ നിര നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത് ചേലക്കര മണ്ഡലത്തിൽ നിന്നും.